സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന, ആരാധനാവർഷം ഇത് ആരാധനാവർഷം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം സപ്തദ്വീപത്തിൽ പ്രസിദ്ധീകരിച്ച മാമോദീസ എന്ന കൂദാശയോട് ചേർന്ന് നിൽക്കുന്ന രണ്ടാമത്തെ കൂദാശയായ സ്ഥൈര്യലേപനത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മലങ്കര കത്തോലിക്ക സഭയിൽ കൂദാശകൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ വളർത്തുകയും ദൈവകൃപ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കർമ്മമാണ്. അവയിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കൂദാശയാണ് മൂറോൻ അഭിഷേകം അഥവാ സ്ഥൈര്യലേപനം. മാമോദീസായ്ക്ക് ശേഷം വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും പ്രദാനം ചെയ്യുന്നത് മൂറോൻ അഭിഷേകത്തിലൂടെയാണ്. ഈ കർമ്മത്തിലൂടെ നാം ഓരോരുത്തരും സഭയുടെ പൂർണ്ണ അംഗമായി മാറുന്നു. മൂറോൻ എന്നത് വാഴ്ത്തിയ പ്രത്യേക എണ്ണയാണ്. വിവിധ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് സഭയുടെ തലവനായ കാതോലിക്ക ബാവയോ ബിഷപ്പോ ആണ് വാഴ്ത്തുന്നത്. ഈ എണ്ണ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയും ദൈവകൃപയെയും സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എണ്ണ ഉപയോഗിച്ചുള്ള അഭിഷേകത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മലങ്കര കത്തോലിക്ക സഭയിൽ മാമോദീസായ്ക്ക് പിന്നാലെ തന്നെ മൂറോൻ അഭിഷേകം നൽകാറുണ്ട്. അതിനാൽ ഒരാൾക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതം മുഴുവനും കാത്തു സംരക്ഷിക്കുന്നതിന് നമ്മുടെ കുടുംബം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ വിശ്വാസവും ജീവിത മൂല്യങ്ങളും രൂപപ്പെടുന്നത് ഏറ്റവും ആദ്യം ഭവനത്തിലാണ്. കുടുംബം എന്ന കൊച്ചു സഭയുടെ ആത്മീയ ശില്പിയും ആത്മീയ മാർഗദർശകയുമാണ് ഓരോ അമ്മയും. അതുകൊണ്ട് തന്നെ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ ദൗത്യം മക്കളെ നല്ല മനുഷ്യരായി മാത്രമല്ല വിശുദ്ധരായി വളർത്തുക എന്നതുമാണ്. സഭ നമുക്ക് നൽകുന്ന 7 കൂദാശകൾ വെറും ആചാരങ്ങളല്ല. അവ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദൈവാനുഗ്രഹത്തിന്റെ വഴികളാണ്. ഈ വഴികളിൽ മക്കളെ കൈപിടിച്ചു നടത്തേണ്ടത് അമ്മമാരുടെ ദൗത്യമാണ്. ഇന്നത്തെ ലോകം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. സാങ്കേതിക വിദ്യകളുടെ വളർച്ച, പുതിയ ചിന്താഗതികൾ, പുതിയ ജീവിത രീതികൾ, തെറ്റായ സ്വാധീനങ്ങൾ, ജീവിത പ്രലോഭനങ്ങൾ ഇവയൊക്കെ നമ്മുടെ മക്കളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിക്കാം, പല വഴികളും കണ്ടെത്താം. അപ്പോൾ നാം നൽകേണ്ടത് ശാസനയേക്കാൾ സ്നേഹവും നിർദ്ദേശത്തെക്കാൾ പ്രാർത്ഥനയും നിർബന്ധത്തെക്കാൾ മാതൃകയുമാണ്. അതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകം അവർക്ക് നൽകേണ്ടത് അമ്മമാരാണ്. സ്ഥൈര്യലേപനത്തിലൂടെ ഒരു കുഞ്ഞ് വിശ്വാസത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ വിളിക്കപ്പെടുന്നു. പക്ഷേ ആ വിശ്വാസം ജീവിതത്തിൽ നടപ്പാക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് വീട്ടിലെ ആത്മീയ അന്തരീക്ഷമാണ്. കുടുംബ പ്രാർത്ഥന, ദൈവവചന വായന, ജീവകാരുണ്യ പ്രവർത്തനം, നല്ല കുടുംബ ജീവിതം ഇവയിലൂടെയെല്ലാം അമ്മമാർക്ക് മക്കളെ ശക്തരാക്കാൻ സാധിക്കും. അതുപോലെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതിലൂടെ നാം ഈശോയെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുകയും നിറയുകയും ചെയ്യുന്നു. ഒരു അമ്മയുടെ വിജയം എന്തിലാണ്? മക്കൾ ലോകത്തിന് മുൻപിൽ ഭയമില്ലാതെ ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ, ശരിയായ വഴി തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ അവർ ധൈര്യം കാണിക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധം അവരുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ, ഇങ്ങനെ ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായി നമ്മുടെ മക്കൾ മാറുമ്പോൾ അമ്മമാരെന്ന നിലയിൽ നമ്മൾ വിജയിക്കും. അവരെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം. അമ്മമാരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ ദൗത്യം മഹത്തായതാണ്. നമ്മുടെ മക്കൾ വെറും വിജ്ഞാനത്തിൽ മാത്രമല്ല ആത്മീയതയിലും വളരേണ്ടതാണ്. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം എന്ന തിരുവചനത്തിന്റെ ശക്തിയാൽ, സ്ഥൈര്യലേപനത്തിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കരുത്തിൽ
വളരുന്ന ഒരു തലമുറയെ നമുക്ക് രൂപപ്പെടുത്താം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന മക്കളെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കുടുംബത്തിൽ സത്യത്തിൽ ഒരു കൊച്ചു സഭയായി മാറുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ കൃപ അപ്പോൾ അവരുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൃപയിൽ അവരെ നയിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ഇതിനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിക്കാം. നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.